ക്രൂശിതന്റെ ശബ്ദനാദങ്ങൾ. സ്നേഹമുള്ളവരെ, ഞാൻ ഡീക്കൻ ജെൻസൺ കല്ലറയ്ക്കൽ. ഇതിൽ കാണുന്നതാണ് എൻ്റെ വീട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. സ്നേഹമുള്ളവരെ, ഇതാണ് എൻ്റെ അപ്പച്ചൻ. ജോർജ് എന്നാണ് അപ്പച്ചൻ്റെ പേര്. പിന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി, ഇപ്പോൾ 6 വർഷമായി. പിന്നെ എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. എനിക്ക് മൂത്ത ചേട്ടൻ അച്ഛനാണ്. ഇപ്പോൾ വിൻസെഷൻ കോൺഗ്രേഷനിലാണ് അച്ഛൻ അംഗമായിരിക്കുന്നത്. അച്ഛൻ ആസാമിൽ വർക്ക് ചെയ്യുന്നു. എന്റെ 2ാമത്തെ ചേട്ടൻ സൗദിയിൽ ജോലി ചെയ്യുകയാണ്. ചേട്ടന്റെ കുടുംബം അവിടെയാണ്. ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളു. പട്ടത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കമായിട്ട് അവര് അടുത്ത ആഴ്ച ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബം. അങ്ങനെ പഠനത്തിന് വേണ്ടി ഇരുന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കാം. രാമനാഥപുരം കോയമ്പത്തൂർ കൊച്ചിൻ ഹൃദയ സമർപ്പണം. സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇതാണ് എൻ്റെ ഇടവക ദേവാലയം. കോതമംഗലം രൂപതയിലെ സെൻറ് മേരീസ് ഫൊറോന ചർച്ച് കരുമണ്ണൂരാണ് എൻ്റെ ഇടവക ദേവാലയം. ഇത് എൻ്റെ ഇടവക വികാരി ബഹുമാനപ്പെട്ട സ്റ്റാൻലി പുൽപ്പറയിലച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ആലുവയിലുള്ള മംഗലപ്പുഴ സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ റെക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അച്ഛനെ ഒന്ന് ജസ്റ്റ് കാര്യങ്ങൾ. ജെൻസൺ ഏപ്രിൽ 29-ാം തീയതി സഭയുടെ പുരോഹിതനായി രാമനാഥപുരം രൂപതയിൽ അഭിഷിക്തനാവുകയാണ്. ഒത്തിരിയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ജെൻസന് ഈ ശുശ്രൂഷയിൽ ആശംസകൾ നേരുക. കാരണം ജെൻസനെ മൈനർ സെമിനാരിയിൽ സ്വീകരിച്ചത് ഞാനാണ്. അതിനുശേഷം ജെൻസൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ജെൻസനോടൊപ്പം അനുയാത്ര ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നല്ല ഒരു കലാകാരനും എല്ലാവരോടും യോജിച്ചു പോകുന്ന ഒരു പ്രകൃതവുമാണ് ജെൻസനുള്ളത്. അതുപോലെ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ വ്യക്തവും സുനിശ്ചിതവുമായ ബോധ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഡീക്കനാണ് ജെൻസൺ കല്ലറയ്ക്കൽ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പൗരോഹിത്യ സ്വീകരണ അവസരത്തിൽ ജെൻസൻ്റെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ജെൻസൺ ഒരു മിഷൻ രൂപതയായ രാമനാഥപുരത്ത് അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്.